ഈ വീഡിയോയിൽ ഇന്ത്യയുടെ അടുത്ത പ്ലാൻ, അതായത് ഈ ഡൽഹിയിൽ ഒരു സ്ഫോടനമുണ്ടായി, അത് തീവ്രവാദ ആക്രമണമാണ്. അതിനെ തുടർന്ന് നമ്മൾ കുറേ അന്വേഷണങ്ങൾ നടത്തുന്നുണ്ട്. അപ്പോൾ ഈ അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ട് കുറേ ആൾക്കാരെ നമ്മൾ പിടിച്ചിട്ടുണ്ട്. ഇവരുടെ എല്ലാം തന്നെ ലീഡ്സ് എത്തുന്നത് പാകിസ്ഥാനിലോട്ടാണ്. ഇത് ഞാൻ വീണ്ടും ആവർത്തിച്ച് പറയുകയാണ്. നമ്മളുടെ വാർത്തകൾ സ്ഥിരമായിട്ട് കാണുന്ന ആൾക്കാർക്ക് അതിൻ്റെ വാർത്തയിൽ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട അപ്ഡേറ്റ്സ് നമ്മൾ ഉടനീളം നമ്മൾ തന്നിട്ടുണ്ട്. നമ്മളുടെ സ്ഥിരം പ്രേക്ഷകർക്ക് അത് വളരെ വ്യക്തമായിട്ട് മനസ്സിലാകുന്നുണ്ടാവും. അപ്പോൾ എന്തായാലും ഇപ്പം നിലവിൽ രാജ്നാഥ് സിംഗ് ഒരു 4 ദിവസങ്ങൾക്ക് മുമ്പ് ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് ഇന്ത്യ എന്തിനും സന്നദ്ധമായിരിക്കണം, ഒരു യുദ്ധസമാനമായ സാഹചര്യം വന്നാലും അതിനെ നേരിടാൻ തയ്യാറായിരിക്കണം എന്നുള്ള രീതിയിലുള്ള ഒരു അനൗൺസ്മെന്റ് ആണ് കൊടുത്തത്. ഇത് ഒരു രാജ്യത്തിന്റെ പ്രതിരോധ മന്ത്രി അങ്ങനെ വെറുതെ അങ്ങനെ കൊടുക്കത്തില്ല, അതാദ്യം മനസ്സിലാക്കണം. അപ്പോൾ ഇതിനെ തുടർന്ന് ശരിക്കും നമ്മൾ പല രീതിയിലുള്ള ഇന്ത്യയുടെ സ്ട്രാറ്റജി അതാണ് മനസ്സിലാക്കേണ്ടത്. നമ്മൾ കഴിഞ്ഞ ഓപ്പറേഷൻ സിന്ദൂർ നടത്തിയ സമയത്ത് നമ്മൾ പാകിസ്ഥാനെ ശരിക്കും പൂട്ടിയിരുന്നു. പാകിസ്ഥാൻ ശരിക്കും നമ്മളുടെ മുന്നിൽ മുട്ടുകുത്തി ഈ യുദ്ധം അവസാനിപ്പിക്കണം എന്നുള്ള രീതിയിൽ അവരുടെ മിലിറ്ററി ചീഫിനെ കൊണ്ട് ചോദിപ്പിക്കാനുള്ള സാഹചര്യത്തിന് വഴിയൊരുക്കിയത് ഇന്ത്യൻ എയർഫോഴ്സും ഇന്ത്യൻ നേവിയുമാണ്. ഇന്ത്യൻ നേവിയെക്കുറിച്ച് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും ഇന്ത്യൻ നേവി കറാച്ചിയെ അനങ്ങാൻ പറ്റാത്ത അവസ്ഥയിലാക്കിയിരുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അവരുടെ GPS സിഗ്നൽ തൊട്ട് അവരുടെ കംപ്ലീറ്റ് കാര്യങ്ങൾ ഓഫ് ചെയ്ത് സൈലന്റ് ആയിട്ട് പിൻവാങ്ങേണ്ട സാഹചര്യത്തിലേക്ക് ഇന്ത്യ അവരെ തള്ളിവിട്ടിരുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. കാരണം വേറെ ഒന്നുമില്ല, പേടിച്ചിട്ടെന്ന് പറഞ്ഞാൽ ഇന്ത്യ ചെറിയ രീതിയിലുള്ള മൂവ്മെന്റ്സ് എല്ലാം നടത്തുന്നത് അത് അവർക്ക് വളരെ നന്നായിട്ട് അറിയാം. പിന്നെ അവരുടെ മാനം രക്ഷിക്കാനുള്ള ഒരേ ഒരു മാർഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഈ സോഷ്യൽ മീഡിയയിലൂടെ ഓൺലൈൻ വാർഫെയർ നടത്തുക എന്നുള്ളതാണ്. അതാണ് പാകിസ്ഥാന്റെ യഥാർത്ഥ ലക്ഷ്യം. അത് തന്നെയാണ് അവർ കാലങ്ങളായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പണ്ട് പത്രമാധ്യമങ്ങളിലൂടെ ചെയ്തിരുന്നു, ഇന്ന് സോഷ്യൽ മീഡിയയിലൂടെ ചെയ്യുന്നു. അത്ര മാത്രമേ ഉള്ളൂ വ്യത്യാസം. പിന്നെ അവരുടെ പൊതുജനങ്ങളെ പറ്റിക്കുക എന്നുള്ളതും അവരുടെ ലക്ഷ്യമാണ്. കാരണം പൊതുജനങ്ങളെ പറ്റിച്ചുകൊണ്ട് മാത്രമേ അവർക്ക് സർവൈവൽ സാധ്യതയുള്ളൂ. അതും നമ്മൾ ഇതിനകത്ത് മനസ്സിലാക്കേണ്ടതുണ്ട്. ഇനി നമ്മൾ ഇതിനെക്കുറിച്ച് കുറച്ചുകൂടി ഡീപ്പായിട്ട് നോക്കിക്കഴിഞ്ഞാൽ ഇന്ത്യ ഓപ്പറേഷൻ സിന്ദൂർ 2.0 തുടങ്ങുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തുടങ്ങും എന്ന് തന്നെയാണ് 80% നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഇതിനകത്ത് നമ്മളുടെ ഇന്ത്യയിൽ ഈ ഡൽഹി സ്ഫോടനവുമായിട്ട് ബന്ധപ്പെട്ട ലീഡ്സ് എത്തുന്നത് പാകിസ്ഥാൻ, തുർക്കി, ബംഗ്ലാദേശ്, ഈ 3 രാജ്യങ്ങളുടെയും ലീഡ് ഇപ്പോൾ ഇതിനകത്ത് കിട്ടിയിട്ടുണ്ട്. അതാണ് യാഥാർത്ഥ്യം. കഴിഞ്ഞ ആഴ്ചയും ഇന്നും 2 മുസ്ലിയാർമാരെയാണ് പിടിച്ചിരിക്കുന്നത്. ഇവരെല്ലാം തന്നെ പള്ളിയിലെ ഇമാംമാരാണ്. ഈ 2 പേർക്കും ഡയറക്റ്റ് കണക്ഷൻ ഉണ്ട് ജയ്ഷെ മുഹമ്മദ് എന്ന് പറഞ്ഞ സംഘടനയുമായിട്ട്. അപ്പോൾ തീർച്ചയായിട്ടും അടി പാകിസ്ഥാനിലേക്ക് തന്നെയാണ് നീളുന്നത്. പിന്നെ അവരെ സപ്പോർട്ട് ചെയ്ത് എന്തെങ്കിലും സഹായങ്ങൾ ചെയ്തു കൊടുത്തിരുന്ന കണ്ടെത്തലിൽ ബംഗ്ലാദേശ്, ഈ രീതിയിലുള്ള കാര്യങ്ങളാണ് നടക്കുന്നത്. ഇന്ത്യ ആണെങ്കിൽ ബംഗ്ലാദേശിന് ചില ഇൻപുട്ട് കൊടുത്തിട്ടുണ്ട്. ആ ഇൻപുട്ട് എന്താണെന്ന് പറഞ്ഞാൽ ബംഗ്ലാദേശ് സർക്കാരിനെ ഇന്ത്യ അംഗീകരിക്കില്ല. അവര് ജനാധിപത്യത്തിന്റെ രീതിയിൽ തിരഞ്ഞെടുക്കപ്പെട്ട് വന്ന് കസേരയിലിരിക്കുന്ന ആൾക്കാരല്ല, അതുകൊണ്ട് ഇന്ത്യ അവരുമായിട്ട് ഇടപെടില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇത് ശരിക്കും ബംഗ്ലാദേശിന്റെ ഉള്ളിലുള്ള BNP പാർട്ടിക്ക് ഇത്തിരി ആശ്വാസം കൊടുക്കുന്ന രീതിയിലുള്ള സ്റ്റേറ്റ്മെന്റ് ആണ് ഇന്ത്യ പങ്കുവച്ചത്. BNP പാർട്ടി ഇതിനെ ഏറ്റുപിടിച്ചുകൊണ്ട് ബംഗ്ലാദേശിന്റെ ഉള്ളിലേക്ക് എത്രയും വേഗം ഇലക്ഷൻ കൊണ്ടുവരണം എന്നുള്ള രീതിയിലുള്ള പ്രഖ്യാപനങ്ങളും ചില റിക്വസ്റ്റുകളും ചില പുകച്ചലുകളൊക്കെ അവിടെ തുടങ്ങിയിട്ടുണ്ട്. അതിന് തിരികൊളുത്തി കൊടുത്തത് ഇന്ത്യയാണ്. അപ്പോൾ BNP പാർട്ടി ഇപ്പം രംഗത്തിറങ്ങുന്നുണ്ട്. കാരണം അവാമി ലീഗാണ് കഴിഞ്ഞ ഒരു 1.5 മാസം കൊണ്ട് അവിടെ ഇച്ചിരി ലൈം ലൈറ്റിൽ കത്തി നിൽക്കുന്നതും യൂനസ് സർക്കാരിനെ എതിർത്ത് പ്രൊട്ടസ്റ്റ് നടത്തുന്നതും. പക്ഷേ ഈ ഒരു സാഹചര്യത്തിൽ ഈ BNP പാർട്ടി വളരെ സൈലന്റ് ആണ്. അവരനങ്ങുന്നില്ല, മിണ്ടുന്നില്ല. ഇപ്പൊ BNP പാർട്ടിയും ഇപ്പം രംഗത്തിറങ്ങിയിരിക്കുകയാണ്. കാരണം ആ രാജ്യത്തുള്ള 2 പാർട്ടികൾ, ജനാധിപത്യപരമായിട്ട് തെരഞ്ഞെടുപ്പ് നേരിടുന്ന 2 പാർട്ടികളാണ് അവിടെ ഉണ്ടായിരുന്നത്. ഒന്ന് അവാമി ലീഗും രണ്ടാമത് BNP പാർട്ടിയും. അപ്പൊ ഈ 2 പാർട്ടികൾക്കും ഇപ്പം ഇന്ത്യ പറഞ്ഞിരിക്കുന്നത് എയ്തർ അവാമി ലീഗ് ആയിക്കോട്ടെ അഥവാ BNP പാർട്ടി ആയിക്കോട്ടെ ജനാധിപത്യ രീതിയിൽ ഭരണത്തിൽ വന്നു കഴിഞ്ഞാൽ ഇന്ത്യ സഹകരിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇന്ത്യയുടെ സഹകരണം ബംഗ്ലാദേശിനും ബംഗ്ലാദേശിന്റെ ജനങ്ങൾക്കും വളരെ അത്യാവശ്യമാണ്. യൂനസ് പിന്തുണയ്ക്കുന്ന ജമാഅത്ത് ഇസ്ലാമിക്കും അത് ആവശ്യമില്ല. അതിനെ പിന്തുണച്ചുകൊണ്ട് കുറച്ച് സ്റ്റുഡൻസ് ഗ്രൂപ്പ് ഉണ്ട്, അവർക്കും ഇത് ആവശ്യമില്ല എന്നുള്ളതാണ്. ഇതാണ് യാഥാർത്ഥ്യം. അപ്പോൾ എന്തായാലും ബംഗ്ലാദേശിന്റെ അവസ്ഥ ആ രീതിയിൽ ബംഗ്ലാദേശ് ഇന്ത്യ അറ്റാക്ക് നടത്തണ്ട, തനിയെ തന്നെ അവര് അടിച്ചു മറിയും എന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. പക്ഷെ അതേസമയം പാകിസ്ഥാന് കൊടുക്കേണ്ടത് കൊടുക്കും എന്നുള്ള വിഷയം കൂടി നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. ഇപ്പം ഇതിനകത്ത് പാകിസ്ഥാനെ ഇത്തവണ സ്ട്രാറ്റജിക്കലി 2 പോയിന്റ് ഇന്ത്യ വെച്ചിട്ടുണ്ട്. അതിൽ ഒന്ന് അഫ്ഗാനിസ്ഥാൻ വഴി അഫ്ഗാനിസ്ഥാന്റെ ട്രേഡ് റൂട്ട്, അഫ്ഗാനിസ്ഥാനിൽ നിന്നും പാകിസ്ഥാനിലേക്ക് വരുന്ന ട്രേഡ് റൂട്ട് ഇന്ത്യ റദ്ദാക്കും. ഇപ്പം നിലവിൽ സൗദി അറേബ്യയിൽ ചർച്ചയൊക്കെ നടക്കുന്നുണ്ട്. ചർച്ച പരാജയമാണ്. അഫ്ഗാനിസ്ഥാനും പാകിസ്ഥാനും തമ്മിലുള്ള ചർച്ച പരാജയപ്പെട്ടു. അപ്പോൾ അതുകൊണ്ട് ട്രേഡ് റൂട്ട് ഇപ്പോഴും ഓപ്പൺ ആവാത്തൊരു സാഹചര്യമാണ്. യുണൈറ്റഡ് നേഷൻസിന്റെ ട്രക്കുകൾ മാത്രമാണ് ഈ ബോർഡർ ഏരിയയിലുള്ള അഫ്ഗാൻ റെഫ്യൂജികൾക്ക് ഫുഡ് കൊടുക്കുന്നതിന് ഭാഗമായിട്ട് തുറന്നു വിട്ടിരിക്കുന്നത് ബോർഡർ. ബാക്കി ഒരു ട്രക്കുകളും കമേഴ്ഷ്യൽ പർപ്പസിനുള്ള ഒരു വാഹനങ്ങളും പാകിസ്ഥാൻ്റെ ഉള്ളിലേക്കോ അല്ലെങ്കിൽ പാകിസ്ഥാന്റെ സൈഡിൽ നിന്നും അഫ്ഗാനിസ്ഥാൻ്റെ ഉള്ളിലേക്കോ പോകുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഈ രീതിയിൽ പാകിസ്ഥാന്റെ ഒരു സൈഡിലുള്ള ആ ഒരു വ്യാപാര പാത അടച്ചു പൂട്ടാൻ ഇന്ത്യക്ക് കഴിയും. നമ്പർ 1. അടുത്ത ഇന്ത്യ 30 വാർഷിപ്പുകളെ കൃത്യമായിട്ട് ഇന്ത്യൻ ഓഷന്റെ സൈഡിൽ നിന്നും അറേബ്യൻ സീന്റെ ഏരിയയിലോട്ട് കൃത്യമായിട്ട് 30 വാർഷിപ്പുകളെ അണിനിരത്തി നിർത്തിയിരിക്കുകയാണ്.
ഇതെന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ ഇന്ത്യ പണ്ട് നോട്ടം കാര്യങ്ങളൊക്കെ പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ ഏരിയയിലൂടെയാണ് ഷിപ്പുകളിലൂടെ ട്രാൻസ്പോർട്ടേഷൻ പാകിസ്ഥാൻ്റെ ഉള്ളിലേക്ക് നടക്കാനുള്ള ഒരേ ഒരു റൂട്ട്. ഈ റൂട്ട് ഇന്ത്യ തടയുന്നു. അതാണ് മനസ്സിലാക്കേണ്ടത്. ഈ റൂട്ട് തടഞ്ഞു കഴിഞ്ഞാൽ ഇത് തീർച്ചയായിട്ടും ഇതൊരു യുദ്ധസമാനമായ സാഹചര്യം ബൈ ഡീഫോൾട്ട് ക്രിയേറ്റ് ചെയ്യും. അതാണ് മനസ്സിലാക്കേണ്ടത്. കാരണം നമ്മൾ പാകിസ്ഥാനെ അടിക്കണമെങ്കിൽ നേരത്തെ കൂട്ടി അടിക്കണം. ഒരുപാട് താമസിപ്പിച്ച് കഴിഞ്ഞാൽ ഇനിയും ഒരു 5-10 വർഷം കഴിഞ്ഞ് നമ്മൾ പാകിസ്ഥാനെ അടിക്കാൻ പോയി കഴിഞ്ഞാൽ കുറച്ചുകൂടെ നമുക്ക് ചിലവ് കൂടുതലാണ്. കാരണം ആ ഒരു ടൈമിൽ ചൈന ഒരുപാട് ആയുധങ്ങൾ പാകിസ്ഥാൻ്റെ ഉള്ളിലേക്ക് ഡംപ് ചെയ്ത് കൊടുക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ചൈന ഇപ്പം തന്നെ വാർഷിപ്പ് എഗ്രിമെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട് മുന്നോട്ട് പോവാണ്. അവരിപ്പോൾ തന്നെ 2 വാർഷിപ്പുകൾ കൊടുത്തിട്ടുണ്ട്. സ്ട്രൈക്കർ മോഡൽ ഷിപ്പുകളാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതുപോലെ ശരിക്കും എയർക്രാഫ്റ്റ് കരിയർ ഒന്നും അവർ കൊടുത്തിട്ടില്ല. ഇതേപോലെ സ്ട്രൈക്കർ മോഡലിലുള്ള ഫ്ലീറ്റുകളാണ് കൊടുത്തിരിക്കുന്നത്. പക്ഷേ എന്നാലും പാകിസ്ഥാൻ അത് വെച്ചിട്ട് തന്നെ ഇന്ത്യക്കെതിരെ കോമ്പീറ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിന് മുമ്പ് തന്നെ ഇവരെ തകർക്കണം എന്നുണ്ടെങ്കിൽ ഗ്ലോബലി തന്നെ ഒരു രാജ്യങ്ങളും ഇതേപോലെ 30ഓളം ഷിപ്പുകളെ കൊണ്ട് അണിനിരത്തിക്കൊണ്ട് ഒരു രാജ്യത്തിനെ ലാൻഡ് ലോക്ക്ഡ് ആയിട്ട് മാറ്റാനുള്ള കപ്പാസിറ്റി അത് വേറെ ആർക്കുമില്ല, അത് ഇന്ത്യക്കാണുള്ളത്. അതായത് ഗ്ലോബൽ മാരിടൈം സെക്യൂരിറ്റിയുടെ തലപ്പത്തിരിക്കുന്നത് ഇന്ത്യ തന്നെയാണ്. ഇന്ത്യക്ക് എവിടെ വേണേലും പോവാം, എന്ത് വേണേലും ചെയ്യാം. മാരിടൈം സെക്യൂരിറ്റി നോക്കുന്നത് ഇന്ത്യയാണ്. മാരിടൈം സെക്യൂരിറ്റിയുടെ ഭാഗമായിട്ട് ഇന്ത്യയുടെ വാർഷിപ്പുകൾ എവിടെ വേണേലും ഡിപ്ലോയ് ചെയ്യാം. പ്രത്യേകിച്ച് അറേബ്യൻ ഓഷനിൽ നോ ഒബ്ജെക്ഷൻ. ഒമാനിൽ വരെ നമുക്ക് കൃത്യമായിട്ട് പോർട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എവിടെ വേണേലും പോകും. ആ സാഹചര്യത്തിൽ നമ്മൾ 30 വാർഷിപ്പുകളെ കൊണ്ട് നിരത്തി കഴിഞ്ഞാൽ പാകിസ്ഥാൻ്റെ ഉള്ളിലേക്ക് ഒരു രീതിയിലുള്ള ചരക്ക് നീക്കവും നടക്കില്ല എന്നുള്ളതാണ്. ഇപ്പം നിങ്ങൾ നോക്കൂ, ഇന്ത്യ ഇപ്പുറത്ത് ലാൻഡ് ലോക്ക് ചെയ്ത് കഴിഞ്ഞു എന്ന് വെച്ചോ, സീ റൂട്ട് പാകിസ്ഥാന്റെ സീ റൂട്ട് ക്ലോസ് ചെയ്തു. അവർക്ക് ഒരു രീതിയിലുള്ള ചരക്ക് നീക്കവും നടക്കുന്നില്ല. പാകിസ്ഥാന്റെ ഉള്ളിലേക്കുള്ള ചരക്ക് നീക്കം ഓപ്പറേഷൻ സിന്ദൂർ നടത്തിയ 4 ദിവസം ഉണ്ടല്ലോ, അപ്പോഴും തടസ്സപ്പെട്ടിരുന്നു. അത് പാകിസ്ഥാന് നാണക്കേടാണ്, ഹ്യൂമിലിയേഷനും കൂടിയാണ്. അപ്പം അതേ സാഹചര്യത്തിൽ ഇന്ത്യ ഇത് വീണ്ടും ആവർത്തിക്കും. അവരുടെ മേളിൽ ഒരു ആയുധം പോലും ഉപയോഗിക്കാണ്ട് നമുക്ക് ഇന്ത്യക്ക് വളരെ വൃത്തിയായിട്ട് യുദ്ധം ചെയ്യാൻ അറിയാം. അപ്പോൾ ആ രീതിയിൽ നമ്മൾ ഇവരുടെ സീ റൂട്ട് ബ്ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. അതിൻ്റെ തൊട്ടപ്പുറത്ത് കിടക്കുന്നത് ഇറാനാണ്, അവരുടെ നെക്സ്റ്റ് പോർട്ട് എന്ന് പറയുന്നത്. ഇറാനുമായിട്ട് അവർക്ക് എന്ത് ചെയ്യാൻ കഴിയും? ഒന്നും ചെയ്യാനില്ല. ഇറാൻ തീർച്ചയായിട്ടും അവരെ സഹായിക്കില്ല. കാരണം ഇപ്പോൾ ഇറാനെ തിരിഞ്ഞു കൊത്തിയിട്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ്. ഇനി അതിൻ്റെ തൊട്ടിപ്പുറത്ത് നിങ്ങൾ നോക്കൂ, അതിൻ്റെ തൊട്ടിപ്പുറത്തെ സൈഡിലോ ഇന്ത്യയാണ്. ഇന്ത്യ തീർച്ചയായിട്ടും നമ്മളാണ് അവരെ അടിക്കാൻ നിൽക്കുന്ന ആൾക്കാർ. പിന്നെ ഇവർ എവിടെ നിന്ന് വ്യാപാരം നടത്താനാണ്? അത് നടക്കത്തില്ല. അപ്പുറത്ത് അഫ്ഗാനിസ്ഥാനെയും പൂട്ടുക, ഇപ്പുറത്ത് ഇവരുടെ കടൽ മാർഗമുള്ള ചരക്ക് ഗതാഗതവും നമ്മൾ തടയുക. പിന്നെ എന്താണ് സംഭവിക്കുക? പിന്നെ നിലവിളി തന്നെ, കൂട്ട നിലവിളി, എന്നിട്ടാണ് അറ്റാക്ക് നടത്തേണ്ടത്. അപ്പോൾ ഈ രീതിയിലുള്ള കാര്യങ്ങളൊക്കെയാണ് അവിടെ ഡെവലപ്പായി വരുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഇന്ത്യക്കെതിരെ പാകിസ്ഥാൻ നിലപാടെടുക്കുമ്പോൾ പാകിസ്ഥാനെതിരെ ഇന്ത്യ വളരെ സ്ട്രാറ്റജിക്കായിട്ട് അവരുടെ സോഴ്സുകളെല്ലാം തന്നെ കട്ട് ചെയ്യുന്ന രീതിയിലുള്ള ഒരു സ്ട്രാറ്റജിയാണ് ഇത്തവണ മുന്നോട്ട് വയ്ക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. അതായത് നമ്മൾ 30-40 വാർഷിപ്പുകളെ കൊണ്ട് ഇന്ത്യയുടെ 30-40 വാർഷിപ്പുകളെ കൊണ്ട് അവിടെ നിർത്തി പാകിസ്ഥാൻ്റെ സീ റൂട്ട് തടയും, അത് ഉറപ്പാണ്. ആ രീതിയിലേക്ക് അവരെ പൂട്ടാനാണ് ഇന്ത്യ തീരുമാനിച്ചിരിക്കുന്നത്. നമ്മൾ അറ്റാക്ക് ഒന്നും ചെയ്യത്തില്ല, പക്ഷേ ഇത് കടന്ന് നമ്മൾ നോട്ടം പ്രഖ്യാപിക്കും, നോട്ടീസ് ടു എയർമാൻ. ഇതിലൂടെ ആർക്കും കടന്നു പോകാൻ കഴിയില്ല, തീർന്നു. പിന്നെ അപ്പുറത്ത് അഫ്ഗാനിസ്ഥാനും ഓൾറെഡി നമ്മൾ ബ്ലോക്ക് ചെയ്യും, ഒന്നും ചെയ്യാനില്ല എന്നുള്ളതാണ്. സ്വന്തം രാജ്യത്തുള്ള ജനങ്ങൾക്ക് മേളിൽ തന്നെ ബോംബ് വർഷിപ്പിക്കുന്ന അസീം മുനീർ എന്ന് പറഞ്ഞ ഭീകരൻ എന്ന് പറഞ്ഞിട്ട് തന്നെയാണ് അമേരിക്കയിൽ നിന്നും ഏതാണ്ട് 46ഓളം MP-മാർ പാർലമെന്റിൽ കത്ത് എഴുതി ഒപ്പിട്ട് മാർക്കോ റൂബിയോയെ ഏൽപ്പിച്ചിരിക്കുന്നത്. ഇന്ത്യയുടെ ഈ ഒരു വാറുമായിട്ട് ബന്ധപ്പെട്ട പോളിസി പാകിസ്ഥാനുമായിട്ട് എങ്ങനെയാണെന്ന് പറഞ്ഞാൽ ഡിറ്ററൻസ് വിത്ത് ഡിനയൽ ആയിരുന്നു. ഇതിനു മുമ്പ് ഇന്ത്യൻ ഡിഫൻസ് ഉപയോഗിച്ചിരുന്ന ഒരു പോളിസി, ഡിറ്ററൻസ് വിത്ത് ഡിനയൽ. ഇപ്പം ശരിക്കും പറഞ്ഞാൽ ഇന്ത്യയുടെ പോളിസിയിൽ ചേഞ്ച് വന്നിട്ടുണ്ട്. ഡിറ്ററൻസ് വിത്ത് പനിഷ്മെന്റ് എന്നാണ് ഇപ്പോഴത്തെ ഒരു പോളിസി. അപ്പോൾ അതുകൊണ്ട് ഡിറ്ററൻസ് വിത്ത് പനിഷ്മെന്റ് ആണ്. അവര് ഇങ്ങോട്ട് ഇന്ത്യയെ അറ്റാക്ക് ചെയ്യണമെന്ന് ചിന്തിക്കുന്നതിന് മുമ്പേ നമ്മൾ അവനെ അടിക്കണം. ആ രീതിയിലുള്ള അറ്റാക്ക് മാതൃകയാണ് ഇപ്പം ഡിറ്ററൻസ് വിത്ത് പനിഷ്മെന്റിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. അപ്പം അത് തികച്ചും ഇന്ത്യ പ്ലാൻ ചെയ്തായിരിക്കും ചെയ്യുന്നത്. ആ പ്ലാൻ ചെയ്ത് നടത്തുന്ന സമയത്ത് പാകിസ്ഥാന് ഒന്ന് നിവർന്ന് നോക്കാനുള്ള സമയം പോലും കിട്ടില്ല എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഇന്ത്യ ആണെങ്കിൽ ഇപ്പം ഈ ഇൻവെസ്റ്റിഗേഷൻസ് ഒക്കെ നടത്തി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇത് മുന്നോട്ട് പോകുന്നുണ്ട്. ഈ ഡൽഹി പൊട്ടിത്തെറിയുമായിട്ട് ബന്ധപ്പെട്ട ഇൻവെസ്റ്റിഗേഷൻസിനെല്ലാം ഒരു സ്പെഷ്യൽ നറേറ്റീവ് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് തയ്യാറെടുക്കുകയാണ് ഇന്ത്യ. ഓപ്പറേഷൻ സിന്ദൂർ 2.0 സ്റ്റാർട്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ അതിന് മുമ്പ് ഒരു നറേറ്റീവ് സെറ്റ് ചെയ്ത് കൊണ്ടുവരേണ്ടതുണ്ട്. ആ നറേറ്റീവ് സെറ്റ് ചെയ്യുന്നതിൻ്റെ തിരക്കിലാണ് ഇന്ത്യ ഇപ്പം. കൃത്യമായ തെളിവുകൾ നിരത്തിക്കൊണ്ട് ആഗോളതലത്തിൽ ഇന്ത്യക്കുള്ളിൽ നടന്ന ഈ ഒരു പൊട്ടിത്തെറിക്ക് കാരണം പാകിസ്ഥാനാണ് എന്നുള്ളത് ഗ്ലോബലി മനസ്സിലാക്കത്തക്ക രീതിയിലുള്ള ഒരു ജെന്യൂൻ ആയിട്ടുള്ള ഒരു നറേറ്റീവാണ് ഇന്ത്യ സൃഷ്ടിക്കാൻ പോകുന്നത്. അപ്പോൾ അതിനുള്ള തിരക്കിലാണ് കാര്യങ്ങൾ മുന്നോട്ട് നീങ്ങുന്നത്. അപ്പം പ്രസിഡന്റ് ആസിഫ് അലി സർദാരി പാകിസ്ഥാനിലെ അസീം മുനീറിനെ പാകിസ്ഥാന്റെ ആദ്യത്തെ ചീഫ് ഓഫ് ഡിഫൻസ് ഫോഴ്സ് ആയിട്ട് നിയമിച്ചിരിക്കുകയാണ്. പ്രസിഡന്റ് ആസിഫ് അലി സർദാരി സൈൻ ചെയ്ത് ഇപ്പം സ്ഥാനാരോപണം കൊടുത്തിരിക്കുകയാണ്. പാകിസ്ഥാന്റെ എയർലൈൻസ് ഉണ്ടല്ലോ, PIA, പാകിസ്ഥാന്റെ എയർലൈൻസ് ഇപ്പം വിൽപ്പനയ്ക്ക് വെച്ചിരിക്കുകയാണ്.
അതായത് ബിഡിങ്, ലേലത്തിൽ വിടാൻ പോവാണ്. ഈ ലേലത്തിൽ വിടുന്നത്, ഈ ലേലം പിടിക്കാൻ വേണ്ടിയിട്ട് അസീം മുനീറിൻ്റെ കമ്പനിയും കൂടി അതിൻ്റെ ഉള്ളിലുണ്ട്. അതായത് ഇപ്പം നിലവിൽ CDF ആയിട്ട് ചുമതലയേറ്റല്ലോ അസീം മുനീർ, അയാളുടെ കമ്പനിയും കൂടി പാകിസ്ഥാൻ്റെ PIA എന്ന് പറഞ്ഞ അവരുടെ രാജ്യത്തിൻ്റെ നാഷണൽ എയർലൈൻസ്, ആ കമ്പനി ഇപ്പം പാപ്പരായി ലേലത്തിൽ വന്നിരിക്കുകയാണ്. അപ്പോൾ ലേലം പിടിക്കാൻ വേണ്ടിയിട്ടുള്ള കമ്പനിയിൽ അസീം മുനീറിൻ്റെ കമ്പനിയും ഉണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അപ്പോൾ നിങ്ങളൊന്ന് മനസ്സിലാക്കണം, അസീം മുനീറിന് എത്രമാത്രം വെൽത്ത് ഉണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. പാകിസ്ഥാൻ പട്ടിണിക്ക് കിടക്കുമ്പോഴും അവിടുത്തെ എയർലൈൻ കമ്പനിയെ വിലക്കെടുക്കാൻ മാത്രമുള്ള കപ്പാസിറ്റി അസീം മുനീറിനുണ്ട്. അപ്പോൾ ചില്ലറക്കാരനല്ല ആൾ, അതാണ് മനസ്സിലാക്കേണ്ടത്. ചില്ലറ കളികളുമല്ല. അപ്പോൾ പാകിസ്ഥാൻ്റെ പ്രൈം മിനിസ്റ്റർ ഷഹബാസ് ഷെരീഫ് പറഞ്ഞിരിക്കുന്നത് വരുന്ന 23-ാം തീയതി, ഡിസംബർ 23-ാം തീയതി ലേലം നടക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. പാകിസ്ഥാൻ്റെ എയർലൈൻസ് PIA ഡിസംബർ 23-ാം തീയതി ലേലത്തിന് വരികയാണ്. പിന്നെ ഒരു വിഷയം എന്ന് പറഞ്ഞാൽ, യുവമാർക്ക്, പാകിസ്ഥാനികൾക്ക് ഒരിക്കലും നന്മ ചെയ്യരുത്. അത് ചെയ്തു കഴിഞ്ഞാൽ യുവമാർ ഇങ്ങനെയാണ് സോഷ്യൽ മീഡിയയിൽ നമ്മളെക്കുറിച്ച് എഴുതുന്നത്. ഇപ്പോൾ യുവമാർ എഴുതിയിരിക്കുന്ന പറഞ്ഞാൽ, ഇന്ത്യയാണ് ശ്രീലങ്കയ്ക്ക് പാകിസ്ഥാൻ കൊടുക്കാനിരിക്കുന്ന എയ്ഡുകളെല്ലാം തടഞ്ഞു വെക്കുന്നത്. അതായത് ഞങ്ങൾക്ക് ഇന്ത്യയുടെ ആ ഒരു ബോർഡർ ക്രോസ് ചെയ്ത് വന്ന് ശ്രീലങ്കയെ സഹായിക്കാൻ കഴിയുന്നില്ല എന്നുള്ളൊരു സ്റ്റേറ്റ്മെൻറ്റാണ് പാകിസ്ഥാൻ്റെ ഈ ഡോൺ എന്ന് പറഞ്ഞ ഈ ഒരു പത്രം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് മനസ്സിലാക്കേണ്ടത് വേറെ ഒന്നുമില്ല, ഇന്ത്യയാണ് ആദ്യമേ യുവമാർക്ക് എയർ സ്പേസ് ഓപ്പൺ ചെയ്ത് കൊടുത്തതും ഇവരുടെ ഫ്ലൈറ്റ് ഇന്ത്യയുടെ എയർ സ്പേസിലൂടെ ശ്രീലങ്കയിൽ എത്തിയതും. പിന്നെ ഇപ്പം നിലവിൽ ഇന്ത്യ എയർ സ്പേസ് ഓപ്പൺ ചെയ്യുന്നില്ല. അതിന് കാരണം ഇന്ത്യക്കുള്ളിൽ ഹൈ സെക്യൂരിറ്റി അലേർട്ടാണ്. കാരണം വ്ളാഡിമിർ പുടിൻ ഇന്ത്യ സന്ദർശിക്കുന്നുണ്ട്, ഇന്ത്യക്കുള്ളിൽ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ 2 ദിവസത്തേക്ക് ഇന്ത്യ തടസ്സം പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾക്ക് എയർ സ്പേസ് ഓപ്പൺ ചെയ്യാൻ പറ്റില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്നാൽ ഇവന്മാർക്ക് ആ ഒരു വാർത്ത ജെന്യൂനായിട്ടൊന്നും കൊടുക്കാൻ പറ്റില്ല. പക്ഷേ ഇവന്മാർ വളരെ വ്യക്തമായിട്ട് ബ്ലണ്ടറായിട്ട് കൊടുത്തിരിക്കുന്നത് ഇന്ത്യക്കെതിരെ എന്ത് നറേറ്റീവ് കൊടുക്കാം എന്നുള്ള രീതിയിലാണ് കൊടുത്തിരിക്കുന്നത്. ഇന്ത്യയുടെ കാരണം കൊണ്ടാണ് ഞങ്ങൾക്ക് ശ്രീലങ്കയിലേക്ക് സഹായം എത്തിക്കാൻ പറ്റാത്തത് എന്നുള്ള രീതിയിൽ പറഞ്ഞിരിക്കുകയാണ്. അവിടെ ഓൾറെഡി നമ്മൾ ഇന്നലെ പറഞ്ഞതാണ്, ഇവന്മാർ ആദ്യമേ കൊടുത്തുവിട്ട സാധനങ്ങളിൽ പലതും എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞതാണെന്നുള്ളത്. ജനങ്ങൾക്ക് യൂസ്ഫുൾ ആകുന്ന തരത്തിൽ വേണം സാധനങ്ങൾ വിതരണം ചെയ്യാൻ. അത് ചാരിറ്റി ആയാലും ശരി തന്നെ, അത് വെറുതെ കൊടുത്താലും എങ്ങനെ കൊടുത്താലും. അതിന് പകരം ഇവിടെ എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞ സാധനങ്ങൾ വലിച്ചു വാരി കൂട്ടി അങ്ങ് കയറ്റി അയച്ചിട്ട് ഇപ്പോൾ പറയുകയാണ് ഇന്ത്യയുടെ കാരണം കൊണ്ടാണ് ഞങ്ങൾക്ക് ശ്രീലങ്കയെ സഹായിക്കാൻ പറ്റാത്തത് എന്നുള്ള രീതിയിലുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എനിവേ, ശ്രീലങ്ക ഇപ്പോൾ സ്ലോലി റിക്കവർ ചെയ്ത് വരികയാണ്. തീർച്ചയായിട്ടും ഇന്ത്യയുടെ കോൺട്രിബ്യൂഷൻ ഒരുപാട്, അതായത് വളരെ ഡീപ്പർ ലെവലിൽ തന്നെ ഇന്ത്യ ശ്രീലങ്കയെ സഹായിച്ചിട്ടുണ്ട്. ശ്രീലങ്ക പതിയെ കരകയറി വരികയാണ്. പക്ഷേ ഇപ്പം നിലവിൽ മഴയുടെ പ്രശ്നം എന്ന് പറഞ്ഞാൽ അത് തായ്ലാൻഡാണ്. തായ്ലാൻഡ്, ഇന്തോനേഷ്യ ഭാഗങ്ങളിലൊക്കെ നല്ല രീതിയിലുള്ള മഴക്കെടുതികൾ ഇപ്പോൾ തുടങ്ങിയിട്ടുണ്ട്. അപ്പം തീർച്ചയായിട്ടും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വിഷയങ്ങളാണ് നമ്മൾ വീഡിയോയിൽ പങ്കുവച്ചത്. ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ വാർത്തകളുമായിട്ട് അടുത്ത വീഡിയോയിൽ വരാം. താങ്ക് യു സോ മച്ച്.